കഥ പാതിവിധവ ഭാഗം 26. ശ്രീഹരി തൻ്റെ പ്രണയത്തെ അതിമനോഹരമായി കുത്തിവെച്ചിരിക്കുകയാണ്. പ്രഗത്ഭനായ ഒരു ശില്പിയെപ്പോലെ. അരുണിമയെ കണ്ടതു മുതൽ ഇന്നലെ വരെ അവളോടൊപ്പമുള്ള ഓരോ നിമിഷങ്ങളും ഹൃദയസ്പർശിയായി അടയാളപ്പെടുത്തിയത് വായിച്ചപ്പോൾ ജയൻ്റെ നെറ്റിയിൽ വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞു. അത്താഴം കഴിഞ്ഞ് മൂവരും കിടന്നെങ്കിലും ജയമോഹന് ആ രാത്രിയിൽ ഉറങ്ങാനായില്ല. തിരിഞ്ഞും മറിഞ്ഞും കിടന്നെങ്കിലും അയാൾ ആകെ അസ്വസ്ഥനായിരുന്നു. ലൈറ്റ് ഓൺ ചെയ്യാതെ ജയൻ കതക് തുറന്ന് മെല്ലെ പുറത്തേക്ക് കടന്നു. നേരെ ചെന്നത് ടെറസിലേക്കായിരുന്നു. ആ സിമെൻ്റ് തറയിൽ മലർന്നു കിടന്ന് ആകാശത്തേക്ക് നോക്കുമ്പോഴും മിന്നിത്തിളങ്ങുന്ന ഒരു നക്ഷത്രത്തിൽ പോലും അയാളുടെ കണ്ണുകൾ ഉടക്കിയിരുന്നില്ല. സുന്ദരമായ കാഴ്ചകൾ ആസ്വദിക്കുവാൻ മനസ്സ് അനുവദിച്ചിരുന്നില്ല എന്നതാണ് സത്യം. ശ്രീഹരിയും അനിരുദ്ധനും ഒരേപോലെ തന്നെയാണ് അരുണിമയെ പ്രണയിക്കുന്നത്. രണ്ടുപേരും ജീവന് തുല്യം തന്നെയാണ് അവളെ ഇഷ്ടപ്പെടുന്നത്. അരുണിമ ആരെ സെലക്ട് ചെയ്യും എന്നത് മാത്രമാണ് ഇവിടെ ചോദ്യചിഹ്നം. രണ്ടുപേരിൽ ആരെങ്കിലും ഒരാളെ അവൾ ഇഷ്ടപ്പെടും. അക്കാര്യത്തിൽ ജയന് ഉറപ്പുണ്ടായിരുന്നു. ഒരാളുടെ പ്രണയം തിരസ്കരിക്കപ്പെടും. അതാണല്ലോ പ്രകൃതി നിയമം. അനിക്കുട്ടൻ ട്രെയിനിൽ വെച്ച് പറഞ്ഞ വാക്കുകൾ ജയൻ്റെ ഉള്ളിൽ പ്രതിധ്വനിച്ചു. അവളില്ലാതെ എനിക്കിനി പറ്റില്ലടാ. അനിക്കുട്ടൻ്റെ ഉള്ളിൽ നിന്ന് വന്ന വാക്കുകളായിരുന്നു. അരുണിമയെ നഷ്ടപ്പെട്ടാൽ അത് അവനെ കൊണ്ട് താങ്ങാൻ പറ്റില്ല. അത്രത്തോളം വേദനാജനകമായിരുന്നു അവൻ്റെ വാക്കുകൾ. മറുപുറത്ത് ശ്രീഹരിയുടെയും അവസ്ഥ വ്യത്യസ്തമല്ലായിരുന്നു. അവനും ഒട്ടേറെ പ്രതീക്ഷയുണ്ടാവണം. ഇത്രയും നാളും അവളെ മനസ്സിൽ കൊണ്ടു നടന്ന് അവനെഴുതിയ വരികളെല്ലാം തന്നെ അരുണിമയെ സ്വന്തമാക്കാൻ പോന്നവയായിരുന്നു. അവൾക്ക് വേണ്ടി മാത്രമായി എഴുതിയ വരികൾ. ഒരിക്കൽ വായിച്ചാൽ അരുണിമ തീർച്ചയായും ശ്രീഹരിയെ പ്രണയിക്കുക തന്നെ ചെയ്യും. അങ്ങനെ സംഭവിച്ചാൽ അനിരുദ്ധൻ? ഇല്ല, അനിരുദ്ധന് വേണ്ടി എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അടുത്ത ദിവസം രാവിലെ മൂവരും തയ്യാറാവുകയായിരുന്നു. ശ്രീ ബുക്കുകൾ എടുക്കുന്ന കൂട്ടത്തിൽ ഡയറി എടുക്കുന്നത് ജയൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. തങ്ങളുടെ സാന്നിധ്യത്തിൽ അതൊരിക്കലും ശ്രീ അത് കൈമാറാൻ സാധ്യതയില്ല. അവനെ തനിച്ച് അരുണിമയോടൊപ്പം കാണാതിരിക്കാനുള്ള വഴികൾ ഒക്കെയും അടയ്ക്കുവാൻ ജയൻ തീർച്ചപ്പെടുത്തി. അന്നും ക്യാൻറ്റീനിൽ വെച്ച് അരുണിമയെ കണ്ടുമുട്ടുമ്പോൾ ജയൻ ശ്രദ്ധിച്ചിരുന്നു. ശ്രീഹരിയായിരുന്നു. അവൻ്റെ കണ്ണിലെ തിളക്കവും മുഖത്തെ സന്തോഷവുമൊക്കെ ജയനെ ശരിക്കും പേടിപ്പെടുത്തിയിരുന്നു. ഒരിക്കൽ കൂടി അനിക്കുട്ടനോട് ചോദിച്ചറിയാൻ വേണ്ടി ജയൻ അവനെ മാറ്റി നിർത്തി. അനിക്കുട്ട, നിന്റെ പ്രണയം തുറന്നു പറയാൻ നീ എന്തിനാ ഇനിയും വൈകി നിൽക്കുന്നത്? നഷ്ടമായെങ്കിലോ എന്ന് പേടിച്ചിട്ട് മാത്രമാണ് ഞാനത് പറയാത്തത്. അവളുടെ മനസ്സിൽ മറ്റാരെങ്കിലും ഉണ്ടെങ്കിലോ? അത് പറഞ്ഞു തീരാൻ ജയനെ മുഴുമിക്കും മുന്നേ അനിരുദ്ധൻ അവൻ്റെ വാ പൊത്തിപ്പിടിച്ചു. ദയവ് ചെയ്ത് അതുമാത്രം നീ പറയരുത്. എത്ര കാലം വേണമെങ്കിലും ഞാൻ അവൾക്കായി കാത്തിരിക്കാം. പക്ഷേ ഞാനല്ലാതെ മറ്റൊരാൾക്ക് അവിടെ സ്ഥാനമുണ്ടെന്നറിഞ്ഞാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല. എന്താ സംഭവിക്കുന്നതെന്ന് പോലും പറയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലാണ് ഞാനിപ്പോൾ. അതുകൂടി കേട്ടപ്പോൾ ജയന് പിന്നെ ഒന്നും നോക്കാനില്ലായിരുന്നു. ഏത് വിധേനയും അവരെ ഒന്നിപ്പിക്കാനുള്ള ചിന്തയിലായിരുന്നു അയാൾ. ലഞ്ച് ബ്രേക്കിന് ജയൻ ശ്രീഹരിയോടൊപ്പം തന്നെയായിരുന്നു. അവനെ തനിച്ചു വിടാതെ, ഒരു സംശയത്തിന് പോലും ഇട നൽകാതെ കൂടെ കൂടുകയായിരുന്നു. ജയനെ ഒഴിവാക്കാൻ പരമാവധി ശ്രീ നോക്കിയെങ്കിലും അതിനൊന്നും ഫലം കണ്ടില്ല. പതിവില്ലാതെ ലൈബ്രറിയിലും ജയൻ അയാൾക്കൊപ്പം ചെന്നിരുന്നു. ജയൻ്റെ സാമീപ്യം ശ്രീഹരിയെ വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ലച്ചു ഫോൺ വിളിച്ച് ഓർമ്മിപ്പിച്ചതാണ് ഇന്ന് ഉറപ്പായിട്ടും അരുണിമയോട് എല്ലാം തുറന്നു പറയണമെന്ന്. ബുക്കുകൾ തിരയുക എന്ന വ്യാജേന ശ്രീഹരി മെല്ലെ എണീറ്റ് നടന്നു. പടുകൂറ്റൻ ഷെൽഫുകളിൽ അടുക്കി വെച്ചിരുന്ന പുസ്തകങ്ങളെ നോക്കി അയാൾ നടന്നു നീങ്ങി. 2 വരികൾക്കപ്പുറമുള്ള ഇടുങ്ങിയ വഴിയിൽ ശ്രീയെ പിന്തുടരുകയായിരുന്നു ജയനും. തൻ്റെ ഡയറി ഒളിപ്പിച്ചതിന് ശേഷം ആ വിവരം അരുണിമയെ ധരിപ്പിക്കാം എന്ന ഉദ്ദേശത്തിലായിരുന്നു ശ്രീഹരി. ശ്രീ മടങ്ങിയെത്തിയപ്പോൾ ടേബിളിനരികിൽ ജയൻ ഉണ്ടായിരുന്നില്ല. അല്പനേരം കൂടി അരുണിമയെ കാത്തുനിന്ന ശേഷം അയാളും മടങ്ങി.
പിന്നീടുള്ള 2 ദിനങ്ങളിൽ ശ്രീഹരിക്ക് അരുണിമയെ കാണാനും സാധിച്ചില്ല. അതിന് പിന്നിൽ ജയൻ്റെ കരുക്കളായിരുന്നു. തൻ്റെ ആത്മാർത്ഥ സുഹൃത്തിനു വേണ്ടി ജയൻ എന്തും ചെയ്യാൻ ഒരുക്കമായിരുന്നു. വീട്ടിലേക്ക് മടങ്ങുന്നതിൻ്റെ തലേന്നാൾ രണ്ടും കൽപ്പിച്ച് ശ്രീഹരി ലൈബ്രറിയിൽ കാത്തു നിൽക്കുകയായിരുന്നു അരുണിമയ്ക്ക് വേണ്ടി. ചെന്ന ഉടനെ അയാൾ ആദ്യം തന്നെ ഡയറി താൻ വെച്ച സ്ഥലത്ത് ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തിയിരുന്നു. കുറച്ച് വൈകിയാണെങ്കിലും അരുണിമ അങ്ങോട്ടേക്ക് വരുന്നത് കണ്ടപ്പോൾ ശ്രീയുടെ നെഞ്ചിടിപ്പ് കൂടി. ലൈബ്രറിയിലേക്കുള്ള വഴിയൊക്കെ മറന്നുപോയോ? കുറച്ചായല്ലോ ഇങ്ങോട്ടേക്ക് കണ്ടിട്ട്. തൻ്റെ പരിഭ്രമം പുറത്തറിയിക്കാതെ ശ്രീഹരി സ്വാഭാവിക മട്ടിൽ അവളോട് ചോദിച്ചു. കുറച്ച് തിരക്കായിരുന്നു. പിന്നെ കഴിഞ്ഞ ആഴ്ച കൊണ്ടുപോയ ബുക്ക് ഇന്നലെയാണ് വായിച്ചു തീർന്നത്. ഇന്നെന്തായാലും 2 ബുക്ക് എടുക്കണം. നാളെ വീട്ടിലെത്തിയാൽ പിന്നെ ഫ്രീ ടൈമിൽ വായിക്കാമല്ലോ. പറ്റിയൊരു ബുക്ക് ഞാൻ സെലക്ട് ചെയ്തു തരാം. ശ്രീഹരി എഴുന്നേറ്റ് ചെന്ന് താൻ വെച്ച ഡയറി എടുത്ത് തിരികെ വന്നു. അരുണിമയ്ക്ക് നേരെ നീട്ടുമ്പോൾ അയാളുടെ കൈകൾ വിറച്ചിരുന്നു. തുടരും കഥയുടെ അടുത്ത ഭാഗം.